Hello my dear friends, welcome back to Negentropy BTech Tuition. This is Afsal. നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞൊരു 3 to 4 months ആയിട്ട് നമ്മുടെ നെഗൻട്രോപ്പി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് വരികയായിരുന്നു. പെട്ടെന്നാണ് ഒരു 20 ഡേയ്സിന് ഒരു ബ്രേക്ക് വന്നത്. അതിന് കാരണം എനിക്ക് സുഖമില്ലാതായിപ്പോയി. കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷവും ആ വൈറൽ ചുമ കാരണം എനിക്ക് ക്ലാസ്സുകളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഈ സുഖമില്ലാതായിപ്പോയത് ഒരു ക്രിട്ടിക്കൽ ടൈമിലായിപ്പോയി. നിങ്ങളുടെ എല്ലാവരുടെയും സെക്കൻഡ് സീരീസിൻ്റെ സമയത്താണ് എനിക്ക് സുഖമില്ലാതായിപ്പോയത്. ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞ സിവിലുകാർക്കും മെക്കാനിക്കലുകാരുടെയും FM-ഉം മോസിൻ്റെയും കംപ്ലീറ്റ് സെക്കൻഡ് സീരീസിനുള്ള കംപ്ലീറ്റ് ടോപ്പിക്കും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയി. സാരമല്ല, ഇനിയിപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് വരികയാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഈ FM-ഉം മോസും പിന്നെ ഫസ്റ്റ് ഇയറിലുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സും കംപ്ലീറ്റ് സിലബസും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനൊരു പ്ലാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഫേസിലാണ്. ഇനി മുതൽ കണ്ടിന്യൂസ്ലി നമ്മുടെ ചാനലിനകത്ത് വീഡിയോസ് അപ്ലോഡ് ആയിക്കൊണ്ടേയിരിക്കും. ഞാനത് പറയാൻ കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സാർ വീഡിയോസ് അപ്ലോഡ് ആവുന്നില്ല, ബ്രേക്ക് ആവുന്നുണ്ട്, സീരീസിന് പഠിക്കാൻ സമയമില്ല സാറ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആർക്ക് റിപ്ലൈ പോലും ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രത്തോളം കിടപ്പിലായിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു വീഡിയോ ഈ ക്ലാസ് ചെയ്യുന്നത്. ഇതിനിടയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സാറ് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടോ, ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടോ, ക്ലാസ്സസ് കിട്ടാൻ വല്ല വകുപ്പുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2020 വരെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം കോവിഡിന് ശേഷം ഇതുവരെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുത്തിട്ടേ ഇല്ല, കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ്സിലാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന FM-ഉം മോസും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെയും സിലബസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള സമയവുമില്ല. എന്നിരുന്നാലും എക്സാമിന് ഈ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ എക്സാമിന് മുന്നോടിയിട്ട് നമുക്കൊരു ലൈവായിട്ടൊരു ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കാം. അവിടെ നമുക്ക് മാക്സിമം അഡ്വാൻസ്ഡ് പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാം. കാരണം ഓൾമോസ്റ്റ് ബേസിക്സുകളും കൺസെപ്റ്റ്സുകളൊക്കെ അവിടെ കിടപ്പുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വളരെ ഷോർട്ട് ടൈം പീരീഡിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് വീഡിയോസിൻ്റെയും ഒരു നോട്ട്സ് മേക്ക് ചെയ്ത് അത് കൃത്യമായി പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഈ പറഞ്ഞ ബേസിക്സുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, അഡ്വാൻസ്ഡ് പ്രോബ്ലത്തിലേക്ക് പോകാം, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള കാര്യം. നമ്മൾ ഈ ക്ലാസ്സസ് എടുക്കുന്നത്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ. അപ്പം ഒരു വൺ വേ ഫീലാണ്, ഒരു ഇൻറ്ററാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളെ പറ്റി ഒരു ഫീഡ്ബാക്ക്, അതാണ് കറക്റ്റ് വേർഡ്, നിങ്ങൾ ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ, എന്താണ് ക്ലാസ്സിൻ്റെ പ്രശ്നം, സ്ലോ ആണോ, സ്പീഡ് കൂട്ടണമോ, ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് വേണ്ട ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്നാൽ അതൊരു 2-way ഇൻട്രാക്ഷൻ ആയിപ്പോവും. നമുക്കത് ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ ക്ലാസ്സുകൾ നൽകുന്ന ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളത് കാണുന്നുണ്ടെന്നും ഫീഡ്ബാക്ക് നമ്മൾ അറിയിപ്പിക്കുമ്പം നമുക്ക് കൂടുതൽ എനർജി കിട്ടും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനോ ഷെയറോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെപ്പാടെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് വേണം. നിർബന്ധമായും വീഡിയോസ് കാണുന്ന കുട്ടികൾ ഈ പറഞ്ഞ രീതിയിലൊന്ന് ഫീഡ്ബാക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ, ഇതിലും നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.